തൃശ്ശൂരും കോൺഗ്രസിന്റെ മാർച്ച് അക്രമാസക്തമാവുകയാണ്. അവിടെ തൃശ്ശൂരിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. അവിടെ ഈ മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പ്രവർത്തകർ പോലീസിനെ തള്ളി മാറ്റി മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു. അവിടെയും പോലീസ് ഒരു ലാത്തിവീശലിന്റെ വക്കോളം എത്തിയിട്ടുണ്ട്. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, എവിടേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്? തൃശ്ശൂർ നഗരത്തിൽ തന്നെയാണോ ഇത്? വിജയകുമാർ, തൃശൂർ നഗരത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇവിടെ വിഷൻ 2033 മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഒക്കെ ഒരു ഫ്ലെക്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലെക്സ് ബോർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഒക്കെ ഉണ്ടായത്. ഒരു ഘട്ടത്തിൽ ചെറിയ രീതിയിൽ ലാത്തി ചാർജ് ഒക്കെ ഈ പ്രവർത്തകർക്ക് നേരെ ലാത്തി ഉൾപ്പെടെ പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൃശ്ശൂരിലും ശക്തമായ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട്. വലിയ പോലീസ് സന്നാഹമാണ് തൃശ്ശൂരിലുള്ളത്. പ്രത്യേകിച്ച് വിജയകുമാർ, തൃശ്ശൂരിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൂടി തൃശ്ശൂരിലുണ്ട്. നിലവിൽ രാമനിലയത്തിൽ മുഖ്യമന്ത്രി ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അല്പം മുമ്പാണ് മുഖ്യമന്ത്രി നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി തൃശ്ശൂരിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വിന്യാസമാണ് തൃശ്ശൂരിലുള്ളത്. അതിനിടയിലാണ് തൃശ്ശൂർ നഗരത്തിൽ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഈ ഷാഫി പറമ്പലിനെതിരായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് അരങ്ങേറുന്ന മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ഫ്ലെക്സ് ബോർഡുകൾ തകർക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ഇടപെട്ടത്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തി. എന്തായാലും മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അവരെ പിന്തിരിപ്പിച്ചിട്ടുണ്ട്. തൃശ്ശൂർ സ്വരാജ് റൗണ്ടിലൂടെ ഇപ്പോൾ ഇവരുടെ പ്രതിഷേധ മാർച്ച് പുരോഗമിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഫ്ലെക്സ് ബോർഡുകൾ അടക്കം തകർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസിന്റെ വിന്യാസം വലിയ രീതിയിൽ തൃശ്ശൂർ നഗരത്തിൽ ഉണ്ടതാനും. മുഖ്യമന്ത്രി തൃശ്ശൂരിൽ എത്തിയിട്ടുണ്ട്. രാമനിലയത്തിൽ അദ്ദേഹം അല്പസമയം മുമ്പ് എത്തിയിട്ടുണ്ട്. നാളെ മുഖ്യമന്ത്രിക്ക് അതുപോലെ തൃശ്ശൂരിലും കൊച്ചിയിലും പൊതുപരിപാടികളുണ്ട്. അപ്പോൾ തൃശ്ശൂരിൽ മുഖ്യമന്ത്രിയുള്ള സമയത്ത് തന്നെയാണ് സ്വരാജ് റൗണ്ടിൽ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധ പ്രകടനം ഏതാണ്ട് കുറച്ച് അക്രമാസക്തമായി നേരത്തെ മാറുകയും ചെയ്തത്.